വടക്കേ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ തെളിയുന്നത് ഫുട്ബോളാണ്. ഫുട്ബോൾ മെക്സിക്കോക്കാരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ഫ്രാങ്കോ സിൽവയും അതിൽ നിന്ന് വ്യത്യസ്തനല്ല. നടക്കാൻ പഠിച്ച കാലം മുതൽ ഫ്രാങ്കോ ഫുട്ബോൾ കളിക്കാരനായിരുന്നു. ഫ്രാങ്കോയുടെ 8ാമത്തെ വയസ്സിൽ മാതാപിതാക്കൾ മെക്സിക്കോയിൽ നിന്നും ഹൂസ്റ്റണിലേക്ക് കുടിയേറിപ്പാർത്തു. പഠനകാലത്ത് പഠിച്ച സ്കൂളിന് വേണ്ടിയും ഹൂസ്റ്റണിലെ തന്നെ ഒട്ടനവധി ക്ലബ്ബുകൾക്ക് വേണ്ടിയും ഫ്രാങ്കോ പന്ത് കളിച്ചിട്ടുണ്ട്. ഫുട്ബോളിനെ ഏറെ സ്നേഹിച്ചിരുന്നുവെങ്കിലും മെഡിസിന് പഠിച്ച് ഒരു മികച്ച സർജൻ ആവുക എന്നതായിരുന്നു ഫ്രാങ്കോയുടെ ജീവിതാഭിലാഷം. അതിനുവേണ്ടി മെഡിക്കൽ കോളേജിൽ ചേർന്ന് പഠനം ആരംഭിച്ചു. പക്ഷേ വിധി ഒരുക്കി വെച്ചത് മറ്റൊന്നായിരുന്നു. ഗ്രാജുവേഷൻ പൂർത്തിയാക്കാൻ കേവലം 1 മാസം മാത്രം ബാക്കിയുണ്ടായിരുന്നപ്പോൾ ഒരു ദിവസം ഒരു ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കാൻ കൂട്ടുകാർ നിർബന്ധിച്ചു. ആ ക്ഷണം സ്വീകരിക്കാതിരിക്കാൻ ഫ്രാങ്കോയ്ക്ക് കഴിഞ്ഞില്ല. അദ്ദേഹം ആ മത്സരത്തിൽ ഉത്സാഹത്തോടെ പങ്കെടുത്തു. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, കളിക്കിടയിൽ തെന്നി വീണ് ഫ്രാങ്കോയുടെ മുട്ടൊടിഞ്ഞു. കാൽമുട്ട് പൂർണ്ണമായും തകർന്ന അവസ്ഥ. ഇനി ഫുട്ബോൾ കളിക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതി. ആ കറുത്ത ദിനം ഫ്രാങ്കോയുടെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിച്ചു കളഞ്ഞു. തന്റെ പഠനം പൂർത്തീകരിക്കാൻ 1 വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് വേദനയോടുകൂടി അദ്ദേഹം ഓർത്തു. മറുഭാഗത്ത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫുട്ബോൾ ഇനി ഒരിക്കലും കളിക്കാൻ കഴിയുകയില്ലെന്നുള്ള അറിവ് അദ്ദേഹത്തെ ഏറെ ദുഃഖിപ്പിച്ചു. ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ ഇനി എന്ത് എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു വീഴ്ച തനിക്ക് സംഭവിച്ചത് ഒരു ടേണിംഗ് സ്പോട്ടാക്കി മാറ്റാൻ അദ്ദേഹം തീരുമാനിച്ചു. ഫ്രാങ്കോയുടെ ഉള്ളിൽ പുതിയ തിരിച്ചറിവുകൾ ഉടലെടുത്തു. എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യുക എന്നതിലുപരി തന്റെ മുൻപോട്ടുള്ള ജീവിതത്തെ ഒരു പ്രത്യേക ദൗത്യമായി ഉപയോഗിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെയാണ് സമൂഹത്തിന് പ്രയോജനം ലഭിക്കുന്ന ഒരു സംരംഭം തുടങ്ങുക എന്ന ആശയം ഫ്രാങ്കോയുടെ മനസ്സിലുദിക്കുന്നത്. താൻ വിഭാവന ചെയ്യുന്ന ബിസിനസ്സിൽ നിന്നും സമൂഹത്തിൽ എന്തെങ്കിലും ഗുണകരമായ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള ഒരു പദ്ധതിക്ക് ഫ്രാങ്കോ രൂപം നൽകി. അതിൽ നിന്നുമാണ് കിസാസി എന്ന ഒരു കമ്പനിയുടെ ജനനം തന്നെ. തന്റെ രാജ്യത്ത് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകളെ അദ്ദേഹം കണ്ടു. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് തന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ആലോചിച്ചതിലൂടെ ഒരു പദ്ധതിക്ക് അദ്ദേഹം രൂപം കൊടുത്തു. തന്റെ ഇഷ്ടവിനോദമായ ഫുട്ബോളുമായി ബന്ധപ്പെടുത്തി ഒരു ബിസിനസ്. അതാണ് ഫുട്ബോൾ നിർമ്മാണ കമ്പനിയായ കിസാസി. ഈ കമ്പനി നിർമ്മിച്ചു വിൽക്കുന്ന ഫുട്ബോളുകളിൽ 2/1 ലാഭവിഹിതം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഉപയോഗപ്പെടുത്തി. എന്നാൽ ദരിദ്രരായ ആളുകൾക്ക് സാധന സാമഗ്രികളും ഭക്ഷണവും നൽകുന്നത് അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമേ ഫലപ്രദമാകുകയുള്ളൂ എന്നും ദാരിദ്ര്യത്തെ സമൂഹത്തിൽ നിന്ന് വേരോടെ ഉന്മൂലനം ചെയ്യുകയാണ് വേണ്ടതെന്നും ഫ്രാങ്കോയ്ക്ക് മനസ്സിലായി. ഓരോ വ്യക്തിയും സ്വന്തമായി സമ്പത്ത് ഉണ്ടാക്കുകയാണ് ഇതിനൊരു പരിഹാര മാർഗമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അങ്ങനെ സ്വന്തമായി എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായി അവരെ സഹായിക്കാൻ ഒരു മൈക്രോ ലോൺ പദ്ധതിക്ക് തുടക്കമിട്ടു ഫ്രാങ്കോ. പട്ടിണിപ്പാവങ്ങളായ മനുഷ്യർക്ക് അവർ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഈ പദ്ധതി വഴി ലോൺ കൊടുത്തു തുടങ്ങി. അതിന്റെ സ്വാധീനം ദാരിദ്ര്യം അനുഭവിക്കുന്ന സമൂഹത്തിൽ വളരെയേറെ ചലനങ്ങൾ സൃഷ്ടിച്ചു. കടമെടുത്ത പണം തിരിച്ചടയ്ക്കുമ്പോൾ അതുവഴി കൂടുതൽ ആളുകളിലേക്ക് അതിന്റെ പ്രയോജനം വ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഫ്രാങ്കോയുടെ ഈ പ്രവർത്തനം പ്രശംസനീയമാകുന്നത് അതിന്റെ ഗുണം സമൂഹത്തിലെ ഒട്ടനവധി പേർക്ക് ലഭിക്കുന്നു എന്നതാണ്. അതുപോലെ നമ്മുടെ ബിസിനസ്സുമായി നേരിട്ടും അല്ലാതെയും ബന്ധപ്പെടുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മുടെ ഉൽപ്പന്നം ഏതെങ്കിലും ഒരു തരത്തിൽ ഗുണകരമാകുമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് സംരംഭകന്റെ മനസ്സിലെ നന്മ പുറത്തു വരാൻ തുടങ്ങുന്നത്. ചില ബിസിനസ്സുകാർ കസ്റ്റമർ സർവീസിന് വലിയ താല്പര്യം കാണിക്കും. തങ്ങളുടെ ഉപയോക്താക്കളെ തൃപ്തിപ്പെടുത്താനായി ഓരോ പുതിയ വഴികൾ തിരഞ്ഞുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു സർവീസ് കൊടുക്കുന്നവർ ആണെങ്കിൽ തന്റെ കസ്റ്റമേഴ്സിന് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത്, അതിന്റെ വിലയെക്കുറിച്ചും ഗുണമേന്മയെക്കുറിച്ചും അവരുടെ അഭിപ്രായം എന്താണ്, താൻ ഇട്ട വില കൂടുതലാണോ, മറ്റുള്ളവർ കൊടുക്കുന്നതിൽ കൂടുതൽ വാഗ്ദാനങ്ങൾ തനിക്ക് നൽകാൻ പറ്റുമോ, അവർ തന്റെ ഉൽപ്പന്നം തന്നെ വാങ്ങാൻ താൻ എന്ത് ഓഫറാണ് നൽകേണ്ടത്, ഇങ്ങനെയെല്ലാം ചിന്തിക്കുക. അതനുസരിച്ച് പ്രവർത്തിക്കുക. നിങ്ങൾ ചെയ്യുന്നതിന് ആനുപാതികമായി പ്രതീക്ഷിച്ചതിൽ കൂടുതൽ വിജയം നിങ്ങളെ തേടിയെത്തും. എല്ലായിടത്തും നിങ്ങൾക്ക് ഉപഭോക്താക്കളെ കണ്ടെത്താനാകും. ചുരുക്കി പറഞ്ഞാൽ, കണ്ടുമുട്ടുന്നവരെല്ലാം നിങ്ങളുടെ ബിസിനസിന്റെ ഉപയോക്താക്കൾ ആണെന്ന് സങ്കല്പിക്കണം. കൃത്യമായി എവിടെയാണ് നിങ്ങൾക്ക് വേണ്ട ഉപയോക്താക്കളെന്ന് പറയാനാകില്ല. എല്ലായിടത്തും ഉപയോക്താക്കളുണ്ട്. അവരെ ആകർഷിക്കാൻ ഉൽപ്പന്നത്തിന് കഴിയണം എന്ന് മാത്രം. ഒന്നുകൂടി ഓർക്കുക, പുതിയ ഉപയോക്താക്കളെ നേടുക എന്നതിനേക്കാൾ പ്രധാനമാണ് നിലവിലുള്ള ഉപയോക്താക്കളെ നിലനിർത്തുക എന്നത്. ഗുഡ് ബൈ.